ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രാജേഷ് ആൻഡ് ചിന്നു. എന്ത് കൃതി ചാനലിന്റെ പേര്? എന്ത്? പിന്നെ രാജേഷ് അല്ല, നേരെ പറ. രാജേഷ് ആൻഡ് ചിന്നു പറഞ്ഞ രാജേഷ് ആൻഡ് ചിന്നു. രാജേഷ് ഷാനല്ല. ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ ഏകദേശം ആൾക്കാർ, നമ്മുടെ ഫാമിലിയിലെ ആൾക്കാർക്ക് അറിയുന്നു വിചാരിക്കുന്നു. ആൾക്കാർക്ക് അറിയാം. ബാക്കിയുള്ളവർക്കാണ് ഇപ്പൊ പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് ഇപ്പോഴും ഡൗട്ടാണ് ഇവളുടെ കൂടെ ഫോട്ടോ ഇടുമ്പം, ഇത് നിങ്ങളുടെ കുട്ടിയാണോ, നിങ്ങളെന്താ നിങ്ങളുടെ രണ്ടാമത്തെ കുട്ടീനെ കാണിക്കാത്ത, യാഷ് വന്നതിന് ശേഷം രണ്ടാമത്തെ കുട്ടി അല്ല ആദ്യത്തെ കുട്ടിയെ നിങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരുടെ അടുത്തും വരുന്നത്. ഇവളെ പോലെ കെട്ടണമെന്ന് മുടി വെക്ക്. എന്നിട്ട് ഇത് മറ്റേ അന്യൻ ഗൈസ്, ആക്ച്വലി ഈ കൃതിക്ക് അത്രയും മലയാളം അറിയില്ല, കുറച്ച് മലയാളമേ അറിയൂ അല്ലേ? നല്ല അറിയോ? അപ്പൊ സംസാരിക്കും. അല്ല വേണ്ട. ബന്ദ. അപ്പം ആക്ച്വലി അത് തുളുവാണ് സംസാരിക്കുന്നത്. അപ്പം അത് കാരണം കൃതിക്ക് അത്രയും മലയാളം ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് അറിയില്ല. എന്നാലും കൊച്ച് അല്ല കൃത്യ, കുറച്ച് അറിയോ? നീ ഡെയിലി വീട്ടിൽ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറ. എന്ത് ചെയ്യാൻ എനിക്ക് ഇഷ്ടം? ഗൈസ്, നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ പൊന്നുമോൻ എണീച്ചു. മോൻ എണീറ്റ് കഴിഞ്ഞാൽ ഒരു കരച്ചിൽ പതിവുള്ളതാണ് ഗൈസ്. കരച്ചിലൊക്കെ മാറി ഇപ്പം ചിരിയായിരിക്കുന്നു ഗൈസ്. എങ്ങനെ ചിരിപ്പിച്ച? അത് കണ്ട ചിലപ്പോ ആരും ചിരിച്ചു പോകും. അമ്മാതിരി ഫേസ് എക്സ്പ്രഷൻ ആണ്. ഇത് രണ്ടും ഒരേ കൂട്ടാണ് ഗൈസ്. രണ്ടിന്റെ ഏകദേശം സ്വഭാവം അതേപോലെ. അതാ ആശു അജ്ജ വരുന്നുണ്ട്. ഒളിച്ചിക്കുന്നേ ആശു ഒളിച്ചിക്കുന്നേ. അത് അജ്ജ വരുന്നേ. ഒളിച്ചിക്ക്. കണ്ടേ ഗൈസ്. അപ്പം നമ്മളിവിടെ അടുത്തുള്ള ലൈറ്റ് ഹൗസ് ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പം ഇപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. അപ്പോൾ ഞാൻ ഇതുവരെ ആയിട്ട് ലൈറ്റ് ഹൗസിൽ കയറിയിട്ടില്ല. അപ്പോൾ രാജേട്ടന് ഇന്ന് എൻ്റെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ഓപ്പൺ ഇല്ലാന്ന് തോന്നുന്നു. അതാണ് ചില ടൈമിൽ അവിടെ ക്ലോസ് ആയിരിക്കും. വിഷുവിൻ്റെ അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു മേലെ. പക്ഷെ അന്ന് പിള്ളേരെല്ലാം ഇല്ലോണ്ട്. അതെ, അപ്പോൾ നമുക്ക് ഈ ചെറുതിനൊന്നും കൂട്ടാൻ പറ്റില്ല അങ്ങോട്ട് എന്തായാലും. അപ്പോൾ നമ്മൾ ചിന്നുവിൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ പോവാണ്. ഇപ്പം 8 വർഷം അല്ലേ? 8 വർഷമായിട്ട് ഇതുവരെ കയറാത്ത നമ്മുടെ അടുത്ത ലൈറ്റ് ഹൗസിൽ അന്ന് നമ്മൾ കയറാൻ പോവാണ്. ഇനിയിപ്പോൾ അവിടെ ഇനിയിപ്പം നിലവിൽ വിളിച്ചപ്പം അവിടെ അല്ല ഉണ്ട് എന്നാ പറഞ്ഞത്. ഞാൻ പോയപ്പോൾ ചിലപ്പോൾ ഇനി ക്ലോസ് ആണെന്നൊന്നും നമുക്കറിയില്ല. അത്രയും അടുത്താണ്, എന്നിട്ട് ഇത് ഞാൻ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. അപ്പോൾ നമുക്കിനി അത്രയും സമയമുള്ളൂ. ആകെ 1 മണിക്കൂർ മറ്റേ ഉള്ളൂ എന്ന് തോന്നുന്നില്ല ചേട്ടാ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി റെഡി ആവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. മമ എർത്തിൻ്റെ ചിയ ഓയിൽ ഫ്രീ ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നോർമൽ ടു ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് പോയി ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഈ ഫേസ് വാഷിലെ ചിയയും സെറാമിഡ്സും സ്കിൻസിലെ നാച്ചുറൽ ബാരിയറിനെ സ്ട്രെങ്തൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് ടോപ്പ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, അതുപോലെ ഫ്രാഗ്രൻസ് ഫ്രീയും ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് നോർമൽ ടു ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. അപ്പോൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ സ്കിന്നിൽ വന്ന മാറ്റം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സ്കിന്ന് നല്ല ഡ്രൈനസ് ഒക്കെ മാറി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. മയത്തിൻ്റെ പ്രോഡക്റ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രോഡക്റ്റ്സ് ഇഷ്ടമായതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ കസ്റ്റമറിൻ്റെ കമൻസിനനുസരിച്ചിട്ട് അവർ പ്രോഡക്റ്റിന് വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഫേസൊക്കെ ക്ലീൻ ആയതിനു ശേഷം ഞാൻ മമയത്തിൻ്റെ തന്നെ ചിയ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. മമയത്തിൻ്റെ പ്രോഡക്റ്റ്സ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. കൂടാതെ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോർസിലും അവൈലബിൾ ആണ്.
ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർ പോയി ചെക്ക് ചെയ്ത് നോക്കാം. മാമായത്തിൻ്റെ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് രാജേഷ് 2025 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 20% അഡീഷണൽ ഡിസ്കൗണ്ട് ലഭിക്കും. കുറേ നാളായി നമ്മൾ സ്കൂട്ടറിൽ പോയിട്ട് നമ്മളെല്ലാം ജിമ്മിന് പോകാനെങ്കിലും ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ വണ്ടിയിൽ കാക്കയൊക്കെ തൂറിയിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് ഗോ. ഗൈസ് അത്രേ ഉള്ളൂ, അടുത്ത് തന്നെയാണ് ഗൈസ്. വീട്ടിലേക്ക് പോകുന്ന വഴികൾ, പണ്ട് വഴിയൊക്കെ തപ്പി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാരല്ലേ? അറിയില്ല, അവനങ്ങനെ പറഞ്ഞു ഉണ്ടാവുന്നു. ഗൈസ് അങ്ങനെ നമ്മൾ എത്തി. അത് തന്നെയാണ് ലൈറ്റ് ഹൗസ്. ആളുണ്ടല്ലോ മുകളിൽ, ആൾക്കാരുണ്ട് ടോർച്ചല്ലേ. ഇതാണ് നമ്മൾ പറഞ്ഞ ലൈറ്റ് ഹൗസ്. ആദ്യമായിട്ട് ലൈറ്റ് ഹൗസിൽ കയറാൻ പോണ ചിന്നു. വീട്ടിന്റെ അടുത്ത് ഉണ്ടായിട്ടല്ലേ 8 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ ആലപ്പുഴയിൽ നമ്മൾ മറ്റേ ഷൂട്ടിന് പോയപ്പോൾ കയറിയിട്ടുണ്ട്, പക്ഷെ ഇത് നമ്മുടെ ലൈറ്റ് ഹൗസ് ആണല്ലോ, നമ്മുടെ നാട്ടിലെ. സോ ഇതേ കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ മുകളിൽ നമ്മൾ കയറി അങ്ങ് എത്തണം. നമുക്ക് ബാക്കി വിശേഷമൊക്കെ ആദ്യം പോയി ടിക്കറ്റ് എടുക്കാം, എന്നിട്ട് ബാക്കി. നമ്മൾ ടിക്കറ്റ് എടുത്താണ് ഗൈസ്. ഇതിന് മുകളിൽ നോക്കി ഗൈസ്, ഇതാ നമ്മൾ ഇത്രയും മുകളിൽ കയറണം. ഇനി അറിയാം കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. ഗൈസ് അങ്ങനെ നമ്മൾ കയറാൻ പോവാണ്. ഈ തുടക്കത്തിലുള്ള ഇവരുടെ ഈ ആവേശമൊന്നും മുകളിൽ പവർ ആയാൽ മതി മുകളിൽ എത്തുമ്പോൾ. ഓക്കെ, സിമ്പിൾ സിമ്പിൾ. നമുക്ക് രണ്ട് സ്റ്റെപ്പ് വിട്ട് വിട്ട്. ഓ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ആ ആ ഗൈസ് ഒരാൾ ഓടുന്നു. യെസ്, ഓടിക്കോളൂ ഓടിക്കോളൂ. ഇത് എത്രാമത്തെ നില എത്തിച്ചിനു? സൂര്യനാണോ? സൂര്യൻ എന്തുകൊണ്ടേ മുകളിൽ? അയ്യോ കാണുന്നില്ല, അതാ ക്യാപ്പിൽ. ഓക്കെ ഫൈൻ, ഓടും. നമ്മളിപ്പോൾ ഏകദേശം എന്തേ ഇത്രയും മുകളിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഇനിയുണ്ട് മുകളിലോട്ട് കയറാൻ. അയ്യോ കുഞ്ഞിനെ കൊണ്ടുവരുന്നല്ലോ. എന്താ മുകളിൽ കയറും പറയും എനിക്ക്. ഇനി ഇത്രയും കയറാണ്ട് ഗൈസ്. അയ്യോ ഓക്കെ അതൊക്കെ എന്ത് നേരത്തെ ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ. ഇനി മെല്ലെ പോവാന്ന് ഒരാൾ പറയുന്നത്. ഇപ്പോൾ തന്നെ കിതക്കുന്നുണ്ട് അമ്മ. ജിമ്മിനെല്ലാം പോകുന്നല്ലേ ചേട്ടാ? ജിമ്മിന് പോവില്ലേ? ജിമ്മിന് പോകുന്ന ആൾക്കാർ എന്ത് കിതക്കൂലേ? അയ്യായിരുന്നല്ലോ. എന്ത് ഓട്, എന്തായാലും നല്ല കാര്യമായിട്ട് ഓടുന്നുണ്ടായിരുന്നു. കുറച്ച് നടക്കണം. ഇപ്പൊ സൗണ്ട് ആക്കിയാ നല്ല എക്കോ കേൾക്കാം. ആ ഓക്കെ കേറ്. അതെ ഏകദേശം എന്താ ഇത്രയും മുകളിൽ കയറി. ഇനിയുണ്ട് കാണാൻ. അയ്യോ അയ്യോ ഇപ്പുറം നോക്കി കഴിഞ്ഞാൽ ഫുള്ള് തെങ്ങ്. ശരിക്കും പറഞ്ഞാൽ ലിഫ്റ്റ് വെച്ചൂടല്ലേ? പിന്നെ എനിക്ക് ലിഫ്റ്റ് വെക്കാൻ ചെരുപ്പിട്ടൂടാ പറയുന്നേ? അതറിയില്ല. ഇവിടെ വല്ല പ്രതിഷ്ഠയുണ്ടോ? അതെ, തല മുട്ടണ്ട, അവിടെ വെച്ചേണ്ട, തല ഇടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അത് എത്താറായി എന്നുള്ള സിമ്പിളാന്ന് തോന്നുന്നത്. അതെ തല മുട്ടണ്ട കറക്റ്റ്. ഇതാ നോക്ക്, ഇതാണ് തല മുട്ടണ്ടെന്ന് വെച്ചേ. സേഫ്റ്റി മസ്റ്റ്. നമ്മളെത്തിയിരുന്നത് ഈ ഒരു ഡോർ. ഇനി ഡോർ കഴിഞ്ഞാൽ ഒരു ഏണിയുണ്ട്, കാരണം ഞാൻ ഇതിനകത്ത് മുന്നേ കയറിയിട്ടുണ്ട്. ഇതാ ഇനി ഏണി കൂടെ. ആ തിന്നാനല്ല എനിക്ക്. കയറ മുകളിൽ കയറ. അത് വെറൈറ്റി ആണ്. കുഞ്ഞിനെ കൊണ്ടുവരാത്ത നല്ലതായി. ആ നേരത്തെ ആൾ കുഞ്ഞിനെ കൊണ്ടുവരായിരുന്നു. അതന്നെ കയറ്, നീ കയറ്. നീ ഏതിലും വലിഞ്ഞു കയറുന്ന ആളാണ് എനിക്കറിയാം. വലിഞ്ഞു കയറാൻ നിന്റെ കഴിഞ്ഞില്ല ആരും. ആ കയറങ്ങോട്ടെ. കയറി കയറി. ഇതാ അടുത്ത് ഞാനും കയറാൻ പോവാണ് ഗൈസ്. വേറെ അടുത്ത് വരുന്നവരുണ്ടല്ലേ?
നുഴഞ്ഞു കയറിയിരുന്ന പോലെ ഉണ്ട്. ഗൈസ് ഇതിനകത്ത് ഇങ്ങനെ കേട്ടോ, ഇതെന്തോ 6 അല്ല, ഇതാ ശരിക്കും ലൈറ്റ്, ലൈറ്റ് ലൈറ്റ് ഇതാ. ലൈറ്റ് നമ്മൾ ഇതിലൊക്കെ ഇങ്ങനെ നുഴഞ്ഞു കയറി ഇവിടെ എത്തി. ശരിക്കും ഇതിന്റെ ഇതെന്താണ് ഒന്നും അറിയില്ല, അങ്ങോട്ട് കയറി അല്ല ഇത് ബാക്കി ഈ ഒരു നാട്ടുകാരനല്ലേ പറ, എനിക്കറിയില്ല. അറിയുന്നവരെ കമന്റ് ചെയ്യട്ടാ. ഓക്കെ, ഇതേ കൂടെ കുഞ്ഞിട്ട് വേണം കയറിപ്പോ. എങ്ങനെയുണ്ട്? ഹൗസ് ദ വ്യൂ? ഹാർബർ ഉണ്ടോ? കാണുന്നുണ്ടോ ഇതില്? കാണുന്നുണ്ട്. ഹാർബർ എത്ര ആൾക്കാരുണ്ട് കാണുന്നുണ്ടല്ലേ? സൂം ചെയ്യ. എന്താ ഇത്രയും പേരുണ്ട് അവിടെ? ഓക്കെ, ഇവിടുന്ന് നമുക്ക് നല്ല വൃത്തി സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റും. എങ്ങനെയുണ്ട്? അടിപൊളിയാ? വ്യൂ നമ്മളെ വീട് എടുത്ത് കാണാൻ പറ്റുമോ? നമ്മളെ വീട് കാണാൻ പറ്റില്ല. ഇല്ല, കുറച്ച് അങ്ങോട്ട് തെങ്ങെല്ലാം മാറി. ഒരു പള്ളി കാണുന്നുണ്ട് അവിടെ എന്താ വേണ്ട പള്ളി. പിന്നെന്താ മേലെ കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ടല്ലേ? പിന്നെന്താ കാണാനുള്ളത്? അവിടെ ഒരു കൊടിയുണ്ട്. പിന്നെ ഒരു പുഴയല്ലേ ഏത്? അത് പേടിയതാ ഈ ചെറിയ ഗ്യാപ്പൊക്കെ അവർ ചിലപ്പോൾ ചെറുതിനൊന്നും മുകളിലും വിടില്ല. നമുക്ക് പേടിയാ. നിന്നെ കൂട്ടിട്ടൊന്നും കുഴപ്പമില്ല, നീ വീണാലും. ഇത് നമ്മളെ ഇവിടെ അടുത്തുള്ള അമ്പലമാണ്, പഞ്ചുർലി കല്ലുട്ടി ദേവസ്ഥാനം എന്ന് പറയുന്നത്. പഞ്ചുർലി പലർക്കും അറിയുമായിരിക്കും, നമ്മുടെ കാന്താര മൂവിയിലൊക്കെ ഉള്ള. വീണാ തീർന്നു മോളെ. കല്യാണത്തിന് മുമ്പ് നമ്മൾക്ക് വന്നിട്ട് ഈ ഭാഗത്തോട്ട് അപ്പോൾ ഇവിടെ കൊണ്ടുവരാതെ തന്നെ ഇല്ല, 8 വർഷം കാത്തിരിക്കേണ്ടി വന്നിട്ട് എനിക്ക് അങ്ങനെ കാണുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനെ കണ്ടാൽ വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ആഴ്ചയോടെ കൊണ്ടുവരാതെ അല്ല കുറേ തവണ ഒന്നും ആ ഒരു കോവിഡ് സമയം അല്ല അങ്ങോട്ട് അപ്പോഴും അല്ല, കുറേ മുന്നേക്ക് ഇത് എപ്പോഴും നോക്കണമൊന്നുമില്ല ഇവിടെ ഒന്നും. അപ്പം പിന്നെ വിഷുവിന് ഇങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ ആൾക്കാരെ കാണുന്നത്, എൻ്റെ മുകളിൽ കുറേ ആൾക്കാരെ. അപ്പോൾ പിന്നെ ഇന്നിങ്ങനെ ചോദിച്ചപ്പം ഇവിടെ ഉണ്ട് പറഞ്ഞു, അങ്ങനെ വന്നാണ്. എന്നാലും അടിപൊളി വൈബില്ലേ? സത്യം പറഞ്ഞാൽ മോള് 2 പേർക്കും കൂടെ അത്രയേ ഉള്ളൂ 40. അത് ക്യാമറയും കൂടെ ഇൻക്ലൂഡഡ്. ഇവിടെ ബീച്ചിൽ വരുന്നവരുണ്ടെങ്കിൽ അതെ, ലൈറ്റ് ഹൗസിൽ നല്ല വ്യൂ ആക്ച്വലി. ഞാൻ കുറേ പ്രാവശ്യം കയറിയിട്ടുണ്ട്, എന്നാലും നമുക്ക് ഈ ഹൈറ്റ് കയറി നിന്ന് നോക്കുമ്പോൾ ഒരു ഫീൽ വേറെ തന്നെയല്ലേ. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസ് കാണുമ്പോൾ ചിന്നൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ട് നമ്മളിനി ഇറങ്ങുവാണ് ഗൈസ്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഈവനിങ് അല്ലേ ലൈറ്റ് ഹൗസ് ഒക്കെ കറങ്ങി വീടെത്തിയപ്പോൾ യാഷും കൃത്യമൊക്കെ ഭയങ്കര എന്താ പറയണ്ടേ സങ്കടമായിരുന്നു, അവരെ കൂട്ടാണ്ട് നമ്മൾ പോയതിന്. ഞങ്ങൾ പിന്നെ ബീച്ചിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്താണ്, പക്ഷേ അവൻ പെട്ടെന്നെല്ലാം ഓക്കെ സെറ്റായപ്പോൾ പിന്നെ വിചാരിച്ചെന്നാൽ പിന്നെ നീ ബീച്ചിലൊന്നും പോകണ്ട വിചാരിച്ച് അതങ്ങനെ ആയി. ഇപ്പോൾ നൈറ്റ് ആയപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാവരും വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഗെയിം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ കളിക്കാം പ്ലാൻ ചെയ്യുന്നു, പക്ഷെ നടന്നില്ല. അതിങ്ങനെ ചെറിയ തട്ടിക്കുട്ടി ഗെയിമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു എൻ്റർടൈൻ ആയിക്കോട്ടെ എന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ചേച്ചിയും കൂടെ വേണമായിരുന്നു. ഇപ്പം ഞാൻ ഇവള് ഏട്ടൻ അനിയത്തി പിന്നെ ചേച്ചിയുടെ മോള് കൃത്യ. അപ്പോൾ ഓക്കെ. അപ്പം കൃത്തീൻ്റെ ഞങ്ങൾ പല വീഡിയോസിലും പല കമൻറ്റിനൊക്കെ ഞങ്ങൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി എൻ്റെ സ്വന്തം ചേച്ചിയുടെ മോളാണ് കൃതി. അത് സംഭവം തുടക്കം മുതലേ നമ്മുടെ വീഡിയോനകത്ത് അവൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡൗട്ടാണ് ആൾക്കാർക്ക്, പക്ഷേ ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവൾ എൻ്റെ ചേച്ചിയുടെ മോളാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ബലൂണും ഗ്ലാസും. അപ്പം രണ്ടാളും ഓപ്പോസിറ്റ് സൈഡ് നിൽക്കും. അപ്പോൾ ആരുടെ സൈഡിലോട്ടാണോ ഗ്ലാസ് വീഴുന്നത് അവർ ഫെയിൽഡ്, മറ്റാൾ വിജയ്. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ യാഷ്? ഓക്കെ ഓക്കെ ഡൺ. അതാ പൊട്ടട്ടി ബലൂണ് നോക്കട്ടെ. ഇല്ലൊന്നുമില്ല, സെയിം നീ കാറ്റെടുത്തിട്ടുണ്ട്. ഓക്കെ 2 1 സ്റ്റാർട്ട്. ഇടോ കണക്കിടാ. എന്ത് 3 2 1 സ്റ്റാർട്ട്.
3, 2, 1 സ്റ്റാർട്ട്. ഇത് ബുദ്ധി. ഈ ഗെയിം സ്റ്റാർട്ട്. ഇതില്ല അത് നിങ്ങൾ പൊട്ടിച്ചത് നിങ്ങളെ കയ്യിൽ പിന്നെ തേങ്ങയുണ്ട് ഗൈസ്. അപ്പം ഈ ഗെയിമിൽ ഞാൻ ബലൂൺ മാറ്റിയത് അതിസാഹസികമായി എന്റെ കയ്യിലുണ്ടായ ബലൂണുള്ള വാശി പിടിച്ചിട്ട് മേടിച്ചാണ്. നന്നായി. അപ്പൊ ഈ ഗെയിമിൽ ഞാൻ ജയിച്ചിരിക്കുന്നു. ഹാവ് ടു ഗെറ്റ് പണിഷ്മെന്റ് റൈറ്റ്. ഞാൻ മെല്ലെ ആക്കി തന്നെ അത്ര ആക്കിയിട്ടു ഇവിടെ മര്യാദ സമ്മതിക്കുന്നില്ല. അത് കാരണം കുറച്ച് അല്ലെങ്കിൽ നല്ല കട്ടി ഞാൻ ഗൈസ്. അപ്പം സെക്കൻഡ് റൗണ്ടാണ്. ഞാനും ബ്രദർ ചേട്ടനും തമ്മിൽ. ഞാൻ ചേട്ടനൊന്നും വിളിക്കില്ല, ഇത് വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ഗൈസ്. ഉമേഷ് ഞാൻ തമ്മിലാണ്. അപ്പം നമ്മളെ അടുത്ത ഗെയിം സെയിം ഗെയിം തന്നെ 2ാം റൗണ്ട്. ഓക്കെ, നീ 3, 2, 1 പറഞ്ഞോ. 3, 2, 1 സ്റ്റാർട്ട്. കൈ വെക്കില്ല മോളക്ക് അതൊന്നുമില്ല. അതുണ്ടാ കള്ളക്കളിയിലെ അതും ക്ലാസ് അപ്പൊ ഗൈസ് അപ്പൊ പണിഷ്മെന്റ്. ഓക്കെ, മോൻ കാണിക്കേ. പക്ഷെ കാര്യമായിട്ട് രണ്ടുപേരും അങ്ങനെ അടിക്കാൻ സമ്മതിച്ചു ഗൈസ്. അപ്പോൾ അതെ അടുത്ത ഗെയിം രണ്ടുപേരുടെയും ഈക്വൽ എത്ര 8 ഗ്ലാസ് അല്ലേ, 8 ഗ്ലാസ് വീതമുണ്ട്. അപ്പോൾ ഇത് ആദ്യം എത്ര 1 മിനിറ്റ് അല്ലേ, 1 മിനിറ്റിനകത്ത് എത്ര ഹൈറ്റ് ആക്കി വെക്കുന്ന അവർ വിജയിക്കും. ചിലപ്പോൾ ഒരാളുടെ മൊത്തം വീണ് മറ്റാളുടെ 1, 2 ഉണ്ടെങ്കിലും ആദ്യം ടോപ്പ് ഉള്ളത് അവർ ജയിക്കും. ഓക്കെ സ്റ്റാർട്ട്. ടൈമർ ഓക്കെ അല്ലേ? Yes. Come on. കുറഞ്ഞേ ഗ്ലാസ് ഇല്ല, ആകണ്ട. അത് ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. യോ രാജേട്ടനിപ്പോ പറയണ്ട, നീ എന്നെ പറഞ്ഞ ഗ്ലാസ്. വേഗം കമോൺ മെല്ലെ വെച്ചാൽ മതി, തിരക്കൊന്നുമില്ല. 60 വരെയല്ലേ? എത്ര സമയമില്ലേ? 45 ആയി. ഏട്ടനെന്ത് വെയിറ്റ് ചെയ്യുന്നേ? ഓ ഗോഡ്, ഓന് ഗ്ലാസ് അപ്പൊ നമ്മളുടെ സെക്കൻഡ് റൗണ്ടിലോട്ട് ഫസ്റ്റ് എങ്ങനെയാണോ നോക്കാം, നിങ്ങളിഷ്ടം. 3 ഓക്കെ, ടൈമർ സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെയാലും വെക്ക്. അപ്പൊ നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. 3, 2, 1 സ്റ്റാർട്ട്. യെസ്. 4, 3, 4, 3, 5, 4, 5, 4, 6, 4, 6, 3, 4, 2, 3, 4, 5. വീണു. എത്ര ടൈം എത്ര ഉണ്ട്? 29 സെക്കൻഡ്. അതാ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആദ്യത്തേത് രണ്ടുപേരുടെയും താഴെ വീണു. ചിന്നും സ്കോർ ചെയ്യുന്നുണ്ടെന്നല്ല, അത് ചെരിയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് ഏതാനും നിമിഷങ്ങൾക്ക് താഴെ വീഴാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. അതങ്ങ് പോയി കിട്ടി ഗൈസ്. ചിന്നു ലാസ്റ്റ് ഇതിന് വെയിറ്റ് ചെയ്തിട്ട് 1, 2, 3, 4, 5, 6, 7. ചിന്നു 57 സെക്കൻഡ്, 58. ഇപ്പൊ തീർന്നു, കഴിഞ്ഞു. 1 മിനിറ്റ് ആയി ഗൈസ്. ഇഞ്ചോടിഞ്ച് മത്സരം നമ്മുടെ ഫൈനൽ റൗണ്ട് ആരംഭിക്കുകയാണ്. ഒരു സൈഡ് ചിന്നു, മറ്റേ സൈഡ് ഉമേഷ്. അപ്പൊ നമുക്ക് ആര് വിജയിക്കുന്നു നോക്കി കാണാം ഗൈസ്. നമ്മുടെ മത്സരം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്.
3, 2, 1 സ്റ്റാർട്ട്. 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ സമയം. കൃതി മതി. ചിന്നു 3 എന്ത് ലവാ? ലവ് ഗ്ലാസ് വെച്ചേക്കുന്നു, ചെരിഞ്ഞുകൊണ്ട് പോകുന്നു, ലവ് ചെരിഞ്ഞു പോകുന്നു, ലവ് താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. വീണു ഉമേഷിന്റെ 4 ഗ്ലാസും അവൻ മെല്ലെ മെല്ലെ, അവൻ മറ്റേ കുബുദ്ധിക്കാരനാണ് ഗൈസ്, അവൻ എന്ത് സൂത്രശാലിയാണ് ഗൈസ്. അവൻ മെല്ലെ 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 മാത്രം വെച്ചു. ചിന്നു ടൈം എടുത്ത് മെല്ലെ വെക്കുകയോ ഒരു കണ്ട ഒന്നും വെക്കുന്നേ ഇല്ല ഗ്ലാസ്, നിന്റെ പോകാൻ വേണ്ടി കാക്കുന്നത്. നീ വെയിറ്റ് നീ ഫസ്റ്റ് താഴെ വെച്ച് തന്നെ ചെയ്തിന് അത് ലെവലുള്ള സ്ഥലത്ത് വെക്ക്. അത് നിന്നിട്ടില്ല നേരെ. സമയം എത്രയായി? 42 സെക്കൻഡായി. 43, അത്ര സെക്കൻഡ് ബാക്കിയുള്ളൂ. പോയി ചിന്നു, ജയിച്ചില്ല, തോക്കും ചിന്നു. 10 സെക്കൻഡ് ഉണ്ട് ചിന്നു. 10 സെക്കൻഡ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. 3, 5 സെക്കൻഡ് ബാക്കി. 4, 3, 2, 1 കഴിഞ്ഞു. ഇതില് നമ്മുടെ ചിന്നു സാഹസികമായി പോരുതി തോറ്റിരിക്കുകയാണ്. നമ്മൾ യാഷുവും കൃത്യം തമ്മിലാണ്. നമുക്ക് ആര് ജയിക്കുന്നു നോക്കിയാണ്. കുഞ്ഞു വെക്ക്, യാഷു വെക്ക്, താഴെ വെക്ക്, താഴെ അതൊക്കെ വെക്ക്, നോക്കി അതുപോലെ വെക്ക്, അതിന് മുകളിൽ വെക്ക്. പോന്നെ 2 ഒന്നിച്ച് ഓം വെക്ക് നോക്കിയ യാഷു. അങ്ങനെയല്ലടാ കുഞ്ഞ, യാഷു ജയിച്ചിരിക്കുകയാണ്. അത് സാഹസികമായി യാഷു ജയിച്ചിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല യാഷു മോനെ, ഓം വെക്ക് നോക്കിയ യാഷു അങ്ങനെയല്ലടാ. തോറ്റ നമുക്ക് വേണ്ടിട്ട് എന്തോ പണിഷ്മെന്റ് തപ്പിട്ട് പോയിട്ടുണ്ട് കുറെ നേരമായിട്ട്. അപ്പൊ ഇതൊരു പണിഷ്മെന്റ് ആയിട്ട് വന്നിട്ടില്ല. എന്ത് പണിഷ്മെന്റ് ആണ് അവൻ കൊണ്ടുവരുന്നത് നമുക്ക് നോക്കി കാണാം ഗായ്സ്. രണ്ടാക്കും കൂടിട്ട് പേസ്റ്റ് കഴിക്കാവോ ഏട്ടാ? ലൂസ് ദിസ് ഈസ് ടു മച്ച്. എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കേ പറ്റൂ. പണിഷ്മെന്റ് നല്ല തോന്നുന്നുണ്ട്. അടുത്ത സ്വീറ്റ് പണിഷ്മെന്റ് ആയിരിക്കും തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇറ്റ്സ് ഹണി. ഹണിയാ? മാംഗോല് ഹണി. മാംഗോല് ഹണി. അതെല്ലാം നല്ല വാങ്ങി തിന്നു, നല്ല വാങ്ങോള് തിന്നു. പച്ച മാംഗോല് നല്ല പാണ്ടായിരിക്കും. പക്ഷേ എനിക്ക് മാത്രം ഊള പണിഷ്മെന്റ് വന്നിട്ട് എനക്കെന്താ കുറച്ച് കഷ്ണം. സൂപ്പർ, ഇതാ പണിഷ്മെന്റ്. അപ്പം സമയം 12 മണി ആയതുകൊണ്ട് നമ്മളിവിടെ ഗെയിം സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവർക്കും ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എല്ലാവർക്കും ജോലിയിലുണ്ട്, നമ്മ പിന്നെ പകലെടുക്കാൻ പറ്റിയില്ല. അതാണ് ലേറ്റ് ആക്കി. പക്ഷേ ലിമിറ്റ് ഉണ്ടല്ലോ, പരിധിയുണ്ട്. അപ്പോൾ 12 മണി ആയാലും ഇനിയിപ്പോൾ എന്തായാലും ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.